السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാന്യ ഉലമ പെരുമക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, இந்த தமிழ் மாநிலத்தில் நீலகிரி மாவட்டத்தில் മഹാനായ സയ്യിദ് അലി ഫഖീഹ് തങ്ങൾ അമീനു ശരീഅ മഹാനവർകൾ സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സാദാത്ത് കുടുംബത്തിലെ പണ്ഡിത കാരണവർ, പ്രശസ്തമായ ബാഫഖി കുടുംബത്തിലെ മഹത്തായ വിജ്ഞാന താരകം, സുന്നത്ത് ജമാഅത്തിൻ്റെ അഹോരാത്ര പരിശ്രമി, അൽഹംദുലില്ലാഹ്, അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകട്ടെ. വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ള കുടുംബസങ്കല്പത്തിൻ്റെ ഏറ്റവും വലിയ കർമ്മമാണ് നിക്കാഹ് കർമ്മം. സന്താനോൽപാദനത്തിന് ഏറ്റവും വലിയ പ്രോത്സാഹനം നൽകിയിട്ടുള്ള തിരുസുന്നത്ത് ലോകത്ത് മനുഷ്യരാശി അന്തസ്സോടെ നിലനിൽക്കുന്നതിനുള്ള വഴിയാണ് ഒരുക്കിയിട്ടുള്ളത്. നിക്കാഹ് വ്യവസ്ഥാപിതമായി നടക്കണം. വിശുദ്ധ ഇസ്ലാമിൽ അത് പെൺകുട്ടിയുടെ രക്ഷിതാവാണ് നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടത്. പിതാവോ പിതാമഹനോ യോഗ്യനായ വലിയ നിക്കാഹ് ചെയ്തു കൊടുക്കണം. അത് വരൻ സ്വീകരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് 2 സാക്ഷികളെങ്കിലും ഉണ്ടാകണം. നിക്കാഹിന് നിർണിതമായ വചനങ്ങളുണ്ട്. ആ വചനങ്ങൾ പറഞ്ഞു തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം, സ്വീകരിക്കണം. നിക്കാഹിന് പ്രതിഫലമായി മഹർ നൽകണം. ഏറ്റവും ചുരുങ്ങിയ ഒരു മഹർ, അല്ലെങ്കിൽ ആ മഹർ സമ്മതം വാങ്ങിയാലും മഹർ അവിടെ പറയപ്പെടണം. എന്നാൽ മറ്റു മതക്കാർ അവരുടെ ആചാരപ്രകാരം വിവാഹം നടത്തുന്നതിനെയും ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. ഹിന്ദു മതാചാരപ്രകാരം ഹൈന്ദവ സഹോദരീ സഹോദരന്മാർ, മീൻസ് ഹൈന്ദവ പുരുഷനും ഹൈന്ദവ സ്ത്രീയും തമ്മിൽ ഒരു വിവാഹം നടന്നാൽ അത് ഇസ്ലാം അംഗീകരിച്ച വിവാഹമാണ്. ക്രിസ്ത്യാനികൾ അവരുടെ ആചാരപ്രകാരം നിക്കാഹ് നടത്തിയാൽ, വിവാഹം നടത്തിയാൽ അത് ഇസ്ലാം അംഗീകരിക്കുന്നു. അത് ഇസ്ലാം അംഗീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് മാന്യമായ ഒരു ജീവിത രീതിയായി ഇസ്ലാം അംഗീകരിക്കുന്നു. ആ അംഗീകാരം ബോധ്യപ്പെടുന്നത് അവരെങ്ങാനും ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ 2 പേരും ഇസ്ലാമിലേക്ക് വന്നാൽ പിന്നെ നിക്കാഹ് പുതുക്കേണ്ട ആവശ്യം ഇല്ല എന്നല്ലേ. അത് അപ്പോൾ ഇസ്ലാം അവരുടെ ആ ആചാരപ്രകാരം നടക്കുന്ന അതിനെ അംഗീകരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ മുസ്ലിം പെൺകുട്ടികളും മുസ്ലിം യുവതികളും യുവാക്കളും തമ്മിലുള്ള നിക്കാഹ് നടക്കുന്നുണ്ട്. അതിന് മതപണ്ഡിതന്മാർ കാർമ്മികത്വം വഹിക്കുകയും 2 പേര് സാക്ഷിയാവുകയും ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. ഈ സദസ്സിനോടനുബന്ധിച്ച് തന്നെ ഹൈന്ദവ സഹോദരന്മാരുടെ വിവാഹങ്ങളുണ്ട്, ക്രൈസ്തവരുടെ വിവാഹങ്ങളുണ്ട്. അത് അവരുടെ മതാചാരപ്രകാരം അതിൻ്റെ സ്ഥലങ്ങളിൽ തന്നെയാണ് നടക്കുന്നത്. ഇസ്ലാമിക സാഹോദര്യത്തിൻ്റെ ഭാഗമായി എല്ലാവരെയും സഹായിക്കുക എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് കൂടിയാണ് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കാലത്ത് 14 നൂറ്റാണ്ടായി ലോകത്ത് വിശുദ്ധ ഇസ്ലാം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള
മഹത്തുക്കളായ ഔലിയാക്കന്മാരും സൂഫിവര്യന്മാരും ഉലമാക്കളും ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ള സൗഹാർദ്ദത്തിൻ്റെ സന്ദേശം ഇവിടെയും ഉയർത്തിപ്പിടിക്കുന്നത്. ലോകം നിലനിൽക്കണമെങ്കിൽ മനുഷ്യരുണ്ടാകണം. അള്ളാഹു മനുഷ്യനെ പടച്ചിട്ടുള്ളത് ഭൂമിയിലെ നിർമ്മാതാക്കളായിട്ടാണ്. ഭൂമിയിൽ അവർ സന്താനോൽപാദനം നടത്തണം, അവർ കൃഷിയും വ്യവസായവും നടത്തണം, ഇമാറത്തുകൾ ഉണ്ടാക്കി നാടുകളെ മഅ്മുറുകളാക്കി മാറ്റണം. അതിന് മനുഷ്യർ ജനിക്കുമ്പോൾ മനുഷ്യക്കുഞ്ഞുങ്ങളായി പിറക്കണം. അവർ ജാരസന്താനങ്ങളാകരുത്. അതിനാണ് വളരെ വ്യവസ്ഥാപിതമായ ഒരു നിയമം ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു വിവാഹത്തിൽ ഒരു സഹോദരിയും സഹോദരനും ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ, സഹോദരിയും സഹോദരനും എന്ന് പറയുമ്പോൾ ആ വാക്കില് സഹോദരിയും സഹോദരനും തമ്മിൽ വിവാഹമാണെന്ന് തോന്നിപ്പോകണ്ട. ഞാൻ ഉദ്ദേശിച്ചത് ഒരു മുസ്ലിം സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള നിക്കാഹ് നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നാൽ, ഒരിക്കലും അങ്ങനെ വരാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യർ തമ്മിൽ ജീവിക്കുന്ന സമയത്ത് പലപ്പോഴും ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവ പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. പിണക്കങ്ങളുണ്ടായാൽ കുടുംബത്തിലെ മുതിർന്ന ആളുകൾ പരസ്പരം സംസാരിച്ചിട്ട് മസ്ലഹത്താക്കി തീർക്കണം. എങ്ങനെയെങ്കിലും യോജിപ്പിച്ച് തന്നെ കൊണ്ടുപോകണം. അവസാന ഘട്ടത്തിൽ യോജിക്കാൻ കഴിയാതെ വന്നാൽ പിരിയാനും ഒരു വകുപ്പുണ്ടാകണം. അത് ഇസ്ലാമിലുണ്ട്. പലരും പിരിയാൻ കഴിയാതെ അങ്ങനെ നിയമപ്രകാരം ഭാര്യ ഭർത്താക്കന്മാരായി തന്നെ കഴിയേണ്ടി വരുന്നു. അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, കൂടിക്കാണുന്നുമില്ല, അവർ തമ്മിൽ മക്കളുമായി ബന്ധമില്ല. അങ്ങനെ കഴിയുന്ന പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട്. അത്തരം ഘട്ടത്തിൽ പിരിയാൻ വളരെ വ്യവസ്ഥാപിതമായ സിസ്റ്റം ഇസ്ലാം വെച്ചു. അതിന് ആളുകൾ കൂടിയാലോചനയിലൂടെ സമ്മതത്തിലൂടെ ഭർത്താവ് ഭാര്യയെ പിരിക്കുന്ന സമ്പ്രദായം. ഇനി അഥവാ ഭർത്താവ് ഒരു കർക്കശ സ്വഭാവക്കാരനാണ്, അത് അംഗീകരിക്കാൻ തയ്യാറല്ല എങ്കിൽ വേർപ്പെടുത്തി കൊടുക്കാൻ പറ്റിയ രീതിയും ഇസ്ലാമിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ ഒരു സിസ്റ്റം ഇസ്ലാമിക ജ്യൂറിസ്പ്രുഡൻസിൻ്റെ 4 ഭാഗമാണ് വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. നിക്കാഹും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വിവരിക്കുന്നത് ഇസ്ലാമിക് ജ്യൂറിസ്പ്രുഡൻസിൻ്റെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ 4 ഭാഗമാണ്. എന്തിനാണ് ഇങ്ങനെയുള്ളൊരു കുടുംബജീവിതം ഉണ്ടാകുന്നത്? എവിടെ നിന്നെങ്കിലും കണ്ട ഒരു പുരുഷനും ഒരു സ്ത്രീയും ഞങ്ങൾ ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുകയല്ല. ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ ഈ ലോകത്തെ പല കോടതികളും ഇന്ന് ചിന്തിക്കുന്നത് ഏത് തല കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ലിവിങ് ടുഗദറിന് സമ്മതം കൊടുക്കുകയാണ്, കൂടെ ജീവിക്കുന്നതിന് സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെയുള്ള സമ്മതം ആവശ്യമില്ലാതെ ആണല്ലോ അവർ കൂടി ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ വ്യവസ്ഥാപിതമായ ജീവിതം വേണം എന്ന് പറയുന്നത് അത് മനുഷ്യർ നന്നാകണം, അവർ നല്ല കുടുംബങ്ങളിൽ പിറന്നവരാകണം. അവർ മാത്രമേ ഈ ലോകത്ത് സമാധാനത്തോടുകൂടി ജീവിക്കുകയുള്ളൂ. ഇന്ന് ലോകത്ത് വർദ്ധിച്ചു വരുന്ന അസമാധാനത്തിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാര്യം പരിശോധിച്ചാൽ അവരുടെ ജന്മത്തിൻ്റെ തകരാറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അസമാധാനമാണ്. എന്താണ്? പണം സമ്പാദിക്കണം. പണം സമ്പാദിക്കാനുള്ള മാർഗം എന്താണ്? അത് മണലുവാരലാണെങ്കിൽ ഭൂമി നശിച്ചാലും കുഴപ്പമില്ല, സ്വർണം കടത്തലാണെങ്കിൽ രാജ്യം നശിച്ചാലും കുഴപ്പമില്ല. അതൊന്നുമല്ല, 10,000-കണക്കിന് മനുഷ്യരെ ഒന്നിച്ച് ബോംബെറിഞ്ഞ് കൊല്ലലാണ് ആയുധ നിർമ്മാണക്കാരുടെ കച്ചവടത്തിൻ്റെ മാർഗമെങ്കിൽ, അതിനുവേണ്ടി രാജ്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഒട്ടുമിക്ക സംഭവങ്ങളുടെയും റൂട്ട് പരിശോധിച്ചാൽ നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളുകളുടെ ജന്മത്തിലെ അപാകതയാണ്. ജന്മത്തിലെ അപാകതയാണെന്ന് നമുക്ക് പരിശോധിച്ചാൽ 90% കാണാൻ കഴിയും. മനുഷ്യൻ ശുദ്ധ പ്രകൃതത്തിൽ ജനിക്കണം, അത് ശുദ്ധമായ കുടുംബത്തിൽ ജനിക്കണം.
അതാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അവിടുത്തെ സീറ വായിക്കുമ്പോൾ വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യം ആദം അലൈഹിസ്സലാം മുതൽ അബ്ദുല്ലാഹി എന്നവർ വരെയുള്ള ആ പാരമ്പര്യത്തിൽ എവിടെയെങ്കിലും അധാർമികമായ ഒരു ജന്മമുണ്ടായിട്ടില്ല. ധാർമ്മികമായ ജന്മത്തിലൂടെ മാത്രം പിറന്നിട്ടുള്ള പിതാക്കളുടെ പാരമ്പര്യത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് എന്ന കാര്യം രേഖപ്പെടുത്തുന്നത്, അത് ലോകത്തോട് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമുണ്ടാകണം, പ്രണയമുണ്ടാകണം, വലിയ സ്നേഹമുണ്ടാകണം. ആ സ്നേഹത്തോടുകൂടി ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ അവർ വേർപിരിഞ്ഞു പോവുകയില്ല എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കുടുംബത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. റസൂലുള്ളാഹി തങ്ങളുടെ ബീബി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹായുടെ മൂത്ത മകൾ സൈനബിൻ്റെ വിവാഹം നടന്നത് ഖദീജ ബീവിയുടെ സഹോദരി പുത്രനായ അബുൽ ആസുമായിട്ടായിരുന്നു. ആ വിവാഹം നടന്നതിന് ശേഷമാണ് നബി തങ്ങൾ റസൂലായി നിയോഗിതനാകുന്നത്, ബിഅ്സത്തുണ്ടാകുന്നത്. അന്ന് അബുൽ ആസ് എങ്ങോ കച്ചവടത്തിന് പോയതായിരുന്നു. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നബി തങ്ങൾ നുബുവത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്, ഭാര്യ മുസ്ലിമായിട്ടുണ്ട്, ഭാര്യയുടെ ഉമ്മ മുസ്ലിമായിട്ടുണ്ട്, അബുൽ ആസ് മുസ്ലിമാകണം. ഏറ്റവും സ്നേഹിച്ച് ജീവിച്ച അബുൽ ആസിൻ്റെയും സൈനബിൻ്റെയും ആ ജീവിതത്തെ നാട്ടിലെ പൊതു സംസാരമായിരുന്നു. കടകളിലും ചായക്കടകളിലും മാർക്കറ്റിലുമൊക്കെ അവരുടെ സ്നേഹം സംസാര വിഷയമായിരുന്നു. എങ്ങനെ ഇനി അങ്ങോട്ട് ജീവിക്കും, രണ്ടുപേർക്കും ഒന്നിച്ച് ഇനി എങ്ങനെ ജീവിച്ചു പോകാൻ സാധിക്കും? പലപ്പോഴും സൈനബ് ആവശ്യപ്പെട്ടിട്ടും അബുൽ ആസ് ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറായില്ല. പക്ഷേ വേറിട്ട് ജീവിക്കണം എന്ന നിയമം വരാത്തത് കൊണ്ട് അവരൊന്നിച്ച് തന്നെ ജീവിക്കുകയാണ്. അതിനുശേഷം ഇസ്ലാമിൽ മുസ്ലിംകൾ ഹിജ്റ പോകുന്നു, മദീനയിലേക്ക് യാത്ര ചെയ്യുന്നു, അവിടെ ചെന്ന് താമസമാക്കുന്നു. അവസാനമായി സൈനബ് മദീനയിലേക്ക് യാത്ര പോവുകയാണ്. അബുൽ ആസ് സമ്മതം കൊടുക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സൈനബ് മദീനയിൽ ജീവിക്കുകയാണ്. വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ബദറിൽ വന്ന് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ശത്രു സൈന്യത്തിൽ അബുൽ ആസ് പങ്കെടുത്ത കാരണം കൊണ്ട് ഇനി ഒരിക്കലും ആ ബന്ധം നിലനിർത്തിപ്പോകാൻ പറ്റുകയില്ല. അബുൽ ആസിന് കൂടെ പിടിക്കപ്പെട്ടു, മദീനയിൽ ബദറിൽ പിടിക്കപ്പെട്ടു. ബദറിൽ പിടിക്കപ്പെട്ട ആളുകളെ എന്തെങ്കിലും മോചനദ്രവ്യങ്ങൾ കൊടുത്ത് പിരിച്ചുവിടാൻ റസൂലുള്ളാഹി തങ്ങൾ ഉപാധികൾ ഉണ്ടാക്കി കൊടുത്തു. യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരെ യാതൊരു തരത്തിലുള്ള അക്രമങ്ങൾക്കും വിധേയരാക്കാതെ അവരെ മോചിപ്പിക്കാനുള്ള വഴിയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ മോചനത്തിൻ്റെ വഴികൾ കാണിച്ചു കൊടുത്തു. ഓരോരുത്തരും കയ്യിലുള്ള സ്വർണമോ വെള്ളിയോ മറ്റു വസ്തുക്കളോ പലതും കൊണ്ടുവന്നിട്ടാണ് വിമോചനം നേടുന്നത്. നാം അവിടെ കാണണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് മോചനദ്രവ്യങ്ങൾ വന്ന സമയത്ത് മഹാനായ മുഹയ്യിസുന്ന നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഈ ഉമ്മത്തിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ നിങ്ങൾ കേട്ടു, ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ഗുരുവര്യർ, ധാരാളം ഗ്രന്ഥങ്ങളുടെ കർത്താവ്, കേരളത്തിലെ മതവേദികളിലെയും മത തീരുമാനത്തിലെയും അടർത്തിമാറ്റാൻ കഴിയാത്ത കണ്ണിയായി എന്നും ഏറ്റവും മുന്നിലുള്ള പണ്ഡിത തേജസ്വായി ജീവിക്കുന്ന മഹാനായ മുഹയ്യിസുന്ന, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നല്ല ആഫിയത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇനിയും ധാരാളം പണ്ഡിതന്മാരെ പടുത്തുയർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവർക്ക് ആരോഗ്യം നൽകട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, സലാമത്ത് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്.
സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വെച്ചത് പൂർത്തിയാക്കാൻ. അപ്പോൾ ഇസ്ലാമിൽ അന്ന് മോചനദ്രവ്യമായി കൊണ്ടുവന്നൊരു മാല കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. ഇതാരുടേതാണ്? നോക്കുമ്പോൾ അത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടേതായിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിവാഹ സമയത്ത് മകൾ സൈനബിന് കൊടുത്ത പാരിതോഷികമായിരുന്നു. അതാണ് അബുൽ ആസിൻ്റെ മോചനത്തിനു വേണ്ടി മകൾ സൈനബ് കൊടുത്തയക്കുന്നത്. അന്നവർ മദീനയിലേക്ക് വന്നിട്ടില്ല. അൽഹംദുലില്ലാഹ്. എല്ലാവരും ഇരിക്കുക. ഇൻഷാ അല്ലാഹ് മുഹീസുൻ ഉസ്താദ് അവർകളും മറ്റ് പണ്ഡിതന്മാരുമെല്ലാം നമ്മോട് സംസാരിക്കാനുണ്ട്. ഇവിടെ വിശാലമായ നിക്കാഹിൻ്റെ കർമ്മങ്ങൾ നടക്കാനുമുണ്ട്. ഇനി സംസാരങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ വഴിയില്ല. അങ്ങനെ ആ മാല തിരിച്ചു കൊടുക്കണം. സഹാബത്തിനോട് മുഷാവറ ചെയ്ത് നബിതങ്ങൾ സമ്മതം കൊടുത്ത് അബുൽ ആസിനെ ഇത് മാലയുമായിട്ട് തന്നെ തിരിച്ചയക്കുകയും മക്കയിൽ ചെന്ന് സൈനബിനെ ഇങ്ങോട്ട് അയക്കണം, ത്വലാക്ക് ചൊല്ലിയിട്ട് അയക്കണം. കാരണം മുസ്ലിങ്ങളുടെ ശത്രുപക്ഷത്ത് വന്നതുകൊണ്ട് ഇനി പുതിയ പിള്ളയായി തുടരാൻ പറ്റുകയില്ല. അബുൽ ആസ് സമ്മതിച്ച് ത്വലാക്ക് ചൊല്ലിയിട്ട് മകളെ മദീനയിലേക്ക് അയക്കുന്നു. എന്നാൽ പിന്നീട് അതെങ്ങനെ വിളക്കി ചേർത്തു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അവരുടെ ഖൽബിൽ പ്രണയമുണ്ടായിരുന്നു, അവരുടെ ഖൽബിൽ സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നീടൊരിക്കൽ ഏതോ സ്ഥലത്ത് കച്ചവടവുമായി വരുന്ന സമയത്ത് അബുൽ ആസ് മദീനയിൽ പിടിക്കപ്പെട്ടു, തൻ്റെ സമ്പത്തുമായി പിടിക്കപ്പെട്ടു. അബുൽ ആസ് ആകെ പരവശനായി. അങ്ങനെ അന്വേഷിച്ച് സൈനബിൻ്റെ കതക് വന്ന് മുട്ടുകയാണ്. സൈനബ് ബീവിയുടെ വീട്ടിലേക്ക് വന്നു. സൈനബ് ഉടൻ തന്നെ മസ്ജിദിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവരം പറയാൻ വേണ്ടി. തങ്ങളും സഹാബത്തും നിസ്കാരത്തിലാണ്. ബീബി സൈനബ് വിളിച്ചു പറയുന്നു, അബുൽ ആസ് വന്നിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞു. നബി തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, ആ കഥ ഞാനും ഇപ്പോഴും കേട്ടതാണ്, ഞാൻ പോയി അന്വേഷിക്കട്ടെ. വീട്ടിൽ ചെന്നു. സംഭവം അബുൽ ആസ് അവിടെ വന്നിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, അബുൽ ആസിനെ സ്വീകരിക്കാം, വെള്ളം കൊടുക്കാം, സൽക്കരിക്കാം, തൊടാൻ പാടില്ല. വിവാഹം മോചിതമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തമ്മിൽ അടുത്തിരിക്കാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, അബുൽ ആസ് ആവശ്യപ്പെടുന്നത് സൈനബിനെ വിവാഹം ചെയ്തു കൊടുക്കണം എന്നാണ്. പറഞ്ഞു. എത്ര സമ്മതിപ്പിച്ചിട്ടും തയ്യാറാകാതിരുന്ന അബുൽ ആസ് ഇല്ല. അവസാനം നബിതങ്ങൾ കച്ചവടത്തിൻ്റെ ചരക്ക് അടക്കം തിരിച്ചു കൊടുത്തിട്ട് മക്കയിലേക്ക് പോകാൻ വേണ്ടി പറയുന്നു. മക്കയിൽ ചെന്ന് അബുൽ ആസ് കച്ചവട ചരക്കുകൾ മുഴുവനും ആളുകൾക്ക് തിരിച്ചു കൊടുത്തിട്ട് പ്രഖ്യാപിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എനിക്ക് മദീനയിൽ വെച്ച് തന്നെ മുസ്ലിം ആകാമായിരുന്നു, പക്ഷേ ഞാൻ നിങ്ങളുടെയൊക്കെ സമ്പത്ത് എടുക്കാൻ വേണ്ടിയാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്നതുകൊണ്ടാണ് എല്ലാവരുടെയും കണക്കുകൾ തീർത്തു കൊടുത്തതിന് ശേഷം കലിമ ചൊല്ലിയിട്ട് മദീനയിലേക്ക് വന്ന് വീണ്ടും ബീവി സൈനബിനോടൊപ്പം കഴിയുന്നു. എന്തുകൊണ്ടാണ്? അവർ പ്രത്യേകമായ ഒരു ആദർശത്തിൻ്റെ പേരിൽ വേർപിരിയേണ്ടി വന്നാലും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹമാണ് മരണത്തിന് മുമ്പ് വീണ്ടും അവരെ അടുപ്പിച്ചുകൊണ്ട് ഒന്നിച്ചു ജീവിക്കാൻ അവസരം കൊടുത്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഈ കുടുംബജീവിതം നന്നായി മുന്നോട്ട് പോകുന്നതിന് തമ്മിൽ സ്നേഹം, ഏറ്റവും വലിയ സ്നേഹമുണ്ടാവുക എന്നതാണ്. അൽ മവദ്ദത്തു വറഹ്മത്തു. സ്നേഹമുണ്ടാകണം, കാരുണ്യമുണ്ടാകണം. പ്രായമാകുമ്പോൾ സൗന്ദര്യം നഷ്ടപ്പെട്ടാലും സമ്പത്ത് കുറഞ്ഞാലും സ്വഭാവത്തിൽ എന്ത് വ്യത്യാസങ്ങളുണ്ടായാലും എല്ലാം സ്നേഹത്തോടെ ഒന്നിച്ചു പോകാനുള്ള, അൽഹംദുലില്ലാഹ്, ആയിരക്കണക്കിന് യുവതി യുവാക്കൾക്ക് മംഗല്യത്തിന് അവസരമൊരുക്കി കൊടുത്ത ഈ ഒരിടത്തിൽ നിന്ന് 850 പേർ ഇന്ന് വിവാഹിതരാവുകയാണ്. വേറെയും ഒട്ടേറെ ഈ ചടങ്ങുകൾ ഈ വേദിയിൽ നടക്കാനിരിക്കുന്ന മഹത്തായ സദസ്സിൽ ഒരുമിച്ചുകൂടിയ വിദൂര പ്രദേശത്ത് നിന്ന് വന്നിട്ടുള്ള, ഇതിലേക്ക് സഹായങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ ആളുകളെയും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമുക്കറിയാം, അബ്ദുസ്സലാം മുസ്ലിയാർ ലക്ഷപ്രഭുവല്ല, കോടീശ്വരനല്ല. അദ്ദേഹം ജനങ്ങളുടെ സഹായം കൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. നീലഗിരി SYSന്റെ നേതൃത്വത്തിൽ സമസ്തയുടെ സെൻറ്റിനറിയുടെ ഭാഗമായി പരിപാടി നടക്കുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ സഹായം കൊണ്ടാണ്. ഇക്കഴിഞ്ഞ 4 ദിവസത്തിലായി 6 കോടിയോളം രൂപ ആളുകൾ ഓൺലൈനിലൂടെ പേ ചെയ്ത് അവരുടെ താല്പര്യങ്ങൾ അറിയിച്ചു. അതുപോലെ ആളുകൾ
ധാരാളം ആളുകൾ ബാങ്ക് വഴിയും മറ്റും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഗ്രാമിന് രാഷ്ട്രീയമായ യാതൊരു താല്പര്യവുമില്ല എന്ന് പറയേണ്ടതില്ല. ഇലക്ഷൻ കാലത്തായതുകൊണ്ട് ഇത് മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടോ എന്ന തോന്നൽ ആർക്കും ഉണ്ടാകേണ്ടതില്ല. അതിന് ആർക്കും തോന്നാനുമുള്ള അവസരങ്ങളില്ല. അതുകൊണ്ട് ഇവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറൻ്റായിട്ടും വളരെ വ്യവസ്ഥാപിതമായും നടക്കുന്നതായതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ ഇതിനോട് താല്പര്യപ്പെട്ടു വരുന്നത്. അല്ലാഹു എല്ലാവർക്കും കാരണം ചൊരിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.